നമസ്കാരം. അമേരിക്കയിൽ ഷട്ട് ഡൗൺ, അടച്ചുപൂട്ടി. അതിലൊരു വ്യംഗ്യാർത്ഥമല്ലോ ഒന്നുമില്ല. ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന ചില ഓഫീസുകൾ മാത്രമേ ഇനി വർക്ക് ചെയ്യുള്ളൂ. അതായത് ചത്ത കൊണ്ട് കുഴിച്ചിടണ്ടേ, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ യുദ്ധം നടത്തുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വകുപ്പുകളൊക്കെ, അതൊക്കെ പിന്നെ കൃത്യമായിട്ടുണ്ടാവും, അത് അടച്ചുപൂട്ടില്ലല്ലോ. ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള പണം കോൺഗ്രസ് പാസ്സാക്കണം. നമ്മളവിടുത്തെ പാർലമെൻറ്റിലെ സഭകൾ പാസ്സാക്കണമല്ലോ, അവിടെ പാസ്സാക്കിയിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു അയാൾ ഇപ്പോൾ പൂട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. ലോകരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുകയാണ്, നാണം കെട്ടു നിൽക്കുകയാണ് അമേരിക്ക. അമേരിക്ക അടച്ചു തന്നെ സംഭവം. മാർക്കറ്റിനകത്ത് പോകുന്ന സമയത്ത് ഇപ്പം പല സാധനം കിട്ടാനില്ല. ഇനിയല്ല മാലിന്യക്കുഴിയിൽ നിന്ന് വല്ലതും തപ്പിപ്പിടിച്ചെടുക്കണമെന്ന് അറിയില്ല, തിന്നാൻ വേണ്ടിയിട്ട്. കാരണം ക്രയവിക്രയം നടക്കണമല്ലോ. വലിയ പഴയകാല ഇങ്കാ വംശജനും മയൻസും അതുപോലെ റെഡ് ഇന്ത്യൻസും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തിൽ പോലെ ബാർട്ടർ സിസ്റ്റം ആകാം. ഇവിടെ കുറച്ച് അരി കൂടുതലുണ്ട്, അവിടെ ഉപ്പുണ്ടോ, ഞാൻ കുറച്ച് അരി തരാം, കുറച്ച് ഉപ്പ് ഇങ്ങോട്ട് തരിക, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി ഇങ്ങോട്ട് തരാം, കുറച്ച് അരി ഇങ്ങോട്ട് തരിക, അതേ പറ്റുള്ളൂ. മാർക്കറ്റ് ചലിക്കണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതുമായിട്ട് ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരപ്പം നിസ്സാരം പറഞ്ഞാൽ അമേരിക്കയിലേക്ക് വേണ്ടുന്ന മുട്ട അമേരിക്കയിലല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടേക്ക് വേണ്ടുന്ന മാംസം, മറ്റുള്ള കാര്യങ്ങൾ ന്യൂസിലാൻഡിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വരണം, അവിടെയും ഉണ്ട്. എങ്കിൽ പോലും രാജ്യാന്തര കാര്യങ്ങൾ പലതും വേണമല്ലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റക്കായിരിക്കുകയാണ്. അതിൽ ഓഫീസുകൾ സ്റ്റക്കായിരിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വല്ല ഫയർഫോഴ്സിൻ്റെ ഓഫീസൊക്കെ ഉണ്ടാവും അവിടെ. ആ ഒരു രീതിയിൽ വന്നിരിക്കുകയാണ് അവിടെ കാര്യങ്ങൾ. ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, 10-15 പ്രാവശ്യം ഈ അടച്ചുപൂട്ടലുണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ ചരിത്രത്തിൽ. ഇനിയിപ്പോൾ അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് അവശ്യ സേവനങ്ങൾ മാത്രമാണ്. ഇനി അവിടെയുള്ള കോളേജുകൾ, സ്കൂളുകൾ, അവരുടെ കാര്യമൊക്കെ എന്താ അവിടെ നിന്ന് അറിയില്ല കേട്ടോ. അത്തരം വകുപ്പുകളിൽ ഈ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ? പരീക്ഷ നടത്തണ്ടേ? കോളേജിലെ സിസ്റ്റംസ് ചലിപ്പിക്കണമെങ്കിൽ അത് ആ കോളേജിലെ പ്രിൻസിപ്പൾ മാത്രമായിട്ടല്ലല്ലോ, അതിൽ വകുപ്പുണ്ടല്ലോ, എഡ്യൂക്കേഷൻ വകുപ്പും കാര്യങ്ങളുണ്ടല്ലോ, വിദ്യാഭ്യാസ വകുപ്പ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നടക്കാതെ വന്നാൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ സ്ഥിതി എന്താകും? ഇങ്ങനെ വിവിധ വകുപ്പുകൾ ആവശ്യം എന്ന് പറയുന്ന ചില വകുപ്പുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വകുപ്പുകളും ഷട്ടറിട്ടിരിക്കുകയാണ്. 10-50 ലക്ഷത്തോളം ജോലിക്കാരി ഇനി ഇവിടെ ജോലി വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നൊക്കെയാണ് കേൾക്കുന്നത്. നിർബന്ധമായിട്ട് ലീവ് എടുത്ത് പോകുന്നതായിക്കാണ്. ലീവ് എടുത്ത് പറഞ്ഞയക്കുകയാണോ ലീവ് എടുത്ത് പോകുകയാണെന്ന് അറിയില്ല. എന്താണ് അമേരിക്കയ്ക്ക് പറ്റിയത്? എന്താ പറ്റിയത്? ആവശ്യമില്ലാതെ പണ്ടത് പല മനക്കൽ തമ്പരാക്കന്മാർ അപ്പുറത്തെ മനയിൽ 11 ആനയെ വെച്ച് പോരും നടത്തിയാൽ എന്നാൽ അവിടെ 15 ആന ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവിടെയുള്ള റാമൂളികളുണ്ട്, അവിടെ ഏതെങ്കിലും ഒരു നായരുണ്ടാവും, അയാളെ പോയിട്ട് ഇത് ഉരച്ചു കൊടുക്കുക. പൂരത്തിന് അവിടെ ഇത്തവണ 11 ആനയാത്രേ, എന്നാൽ നമുക്ക് 15 ആയിക്കോട്ടെ. അതിനുള്ള പൈസ വടക്കേപ്പുറം വിറ്റോളോ, വടക്കേപ്പുറം മുഴുവൻ വിറ്റ് കഴിഞ്ഞു. എന്നാൽ തെക്കേപ്പുറം വിറ്റോളോ, തെക്കേപ്പുറം വിറ്റ് കഴിഞ്ഞു. എന്നാൽ പടിഞ്ഞാറപ്പുറം വിറ്റോളോ, അതും വിറ്റ് കഴിഞ്ഞു. എന്നാൽ കിഴക്കേപ്പുറം, അതും വിറ്റ് കഴിഞ്ഞു. ഇപ്പം തിരുമേനി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി ഞാൻ മുറുക്കിയിട്ട് തുപ്പ് എവിടേക്കാ? തൻ്റെ മോന്തയ്ക്ക് ഇട്ട് തുപ്പാൻ പറ്റുമോ? ഇതൊക്കെ വിൽക്കുമ്പോൾ പറയണ്ടേ? എല്ലാം കഴിഞ്ഞ് മുറുക്കി തുപ്പാൻ സ്ഥലമില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് അയാൾ നായരുടെ മെക്കെട്ട് കയറുന്നത്, കാര്യസ്ഥൻ്റെ മെക്കെട്ട് കയറുന്നത്. നാട്ടിലെല്ലാവരെയും കാര്യം അന്വേഷിച്ചു, എല്ലായിടത്തും എവിടെ യുദ്ധമുണ്ടോ ഞാൻ പറഞ്ഞോ. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഞാൻ പറയല്ലോ, ഒരു മൈസേട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, പാർവമ്മ പേര്. അവർ താറുടുക്കും, അതിന് വില മുണ്ടൊന്നുമില്ല, അവർ താറുടുക്കും.
അവരുടെ മാറിയിടയ്ക്ക് ഇങ്ങനെ പരസ്യമായിട്ടിട്ട് അവർ പോകും. അതിട്ടിട്ട് അവർ പൂരത്തിനും പോകും, എല്ലായിടത്തും പോകും. പഴയ ആളാണ് ഞാനവരെ കാണുമ്പോൾ അവർക്ക് 10, 70, 80 വയസ്സുണ്ട്. എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആണുങ്ങളായാലും കള്ളുകൂടിയന്മാരെല്ലാം അവിടെ കയറി ചെന്ന് പറയും, എന്താ അവിടെ പ്രശ്നം, പപ്പി തള്ളാന്നാ വിളിക്കുക. അതിനെ പല്ലൊന്നുമില്ല, എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അതുപോലെ ആ വപ്പിത്തള്ളയുടെ പോലെയാണ് അമേരിക്ക. എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് തലയിട്ടിട്ട് അവിടെ അവിടെ ഒരു പ്രശ്നം ഉരുത്തിരിച്ചെടുക്കണ്ടേ, എന്നിട്ട് യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കണ്ടേ, എന്നിട്ട് വേണമല്ലോ ഇവരുടെ സാധനങ്ങൾ വിൽക്കാൻ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടും. ഏതായാലും ഇന്നിപ്പോൾ ഷട്ട് ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ സാമ്പത്തിക ക്രമക്കേട് വന്നു, അടച്ചുപൂട്ടിയെന്നിരിക്കട്ടെ, ജനങ്ങൾ വെറുതെ ഇരിക്കൂ. പിന്നെ ഇവിടെ ഗവൺമെൻറ്റിന് 2 ദിവസം തികച്ചൊരു 48 മണിക്കൂർ ഇരിക്കാൻ പറ്റൂ? കാരണം എന്താണ്? എന്ത് കാരണവശാലായാലും അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിനാണ് ഉത്തരവാദിത്വം. പിന്നെ ഒരുപാട് ചരടുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സാമ്പത്തിക തത്വശാസ്ത്ര വിദഗ്ധന്മാരുണ്ടായിരിക്കും. അവരൊക്കെ അവിടെ ഉണ്ടല്ലോ. എന്നിട്ട് സംഭവിച്ചതാണല്ലോ. എന്നിട്ട് അവർ കുറേ ഇംഗ്ലീഷ് വാക്കും ചേർത്ത് അത് അങ്ങനെയാണ്, ഇങ്ങനെയാകുമ്പോൾ അത് അങ്ങനെയാണ്, 65%, ഇത് 73%, അന്ന് അത്ര ശതമാനം, ഇന്ന് ഇത്ര ശതമാനം, അത്രയെന്നൊക്കെ പറഞ്ഞ് കണക്കുകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ പ്രത്യക്ഷത്തിൽ എന്താ ഉണ്ടായത്? ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ കുറച്ചു കാലമായിട്ട് പറയാൻ തുടങ്ങിയതാണ്, അമേരിക്ക തലകുത്തിയിട്ടാ പോക്ക്, മേലോട്ടല്ല താഴോട്ടാ, എപ്പോഴാണ് ചെന്ന് തല താഴ്ത്തിയിട്ടിക്കുകയെന്നറിയില്ല. ആ സംശയം ഇപ്പോൾ അർത്ഥപൂർണമായി മാറി. അമേരിക്കയിൽ ഷട്ട് ഡൗൺ, മലയാളത്തിൽ അമേരിക്കയിൽ അടച്ചുപൂട്ടി. അതാണ് ട്രംപ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുക. ഫൈനൽ ഔട്ട്കം ഇപ്പം ഇതാണെന്ന് അർത്ഥം. സർക്കാരിൻ്റെ പ്രവർത്തനത്തിനായിട്ടുള്ള പണം അനുവദിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ധനബില്ല് പാസ്സാകാതെ വന്നു. അത് വന്നതോടുകൂടിയിട്ടാണ് അമേരിക്ക ഷട്ട് ഡൗണിലേക്ക് നീങ്ങിയത്. ശമ്പളം കൊടുക്കണ്ടേ, ധനബില്ല് പാസ്സാക്കണ്ടേ? ആ ധനബില്ല് പാസ്സാക്കുന്നതിൽ അമേരിക്കൻ കോൺഗ്രസ്സിൽ ഭരണപക്ഷക്കാരുണ്ട്, പ്രതിപക്ഷക്കാരുണ്ട്. അവർ തമ്മിൽ അടിയായി. അവർ തമ്മിലൊരു ധാരണയുണ്ടായില്ല. അതോടുകൂടിയിട്ട് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കേണ്ടുന്ന ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഗതികേട്, ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതിൽ അമേരിക്കയെക്കുറിച്ച് അറിയാവുന്ന അമേരിക്കയിൽ ഉള്ള ആൾക്കാർ പറഞ്ഞത്, ഒരു ദിവസം ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുരണനങ്ങൾ ചുരുങ്ങിയത് 3 മാസം മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന പറയുന്നത്. ഒരു ദിവസം 24 hours സൂര്യൻ ഉദിച്ചുള്ള സ്ഥിതി എന്താ? കുറേ ആളുകൾ ചത്തുപോകും. അതുപോലെ ഇത് എന്തായാലും പറയാൻ ചൂട് താന്നു പോകില്ലേ, തണുത്ത് പറഞ്ഞിരിക്കില്ല. അതുപോലെ തന്നെ ഒറ്റ ദിവസം ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ, ബാങ്ക് കാര്യങ്ങളിൽ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, മെഡിക്കൽ കാര്യങ്ങളിലൊക്കെ വലുതായിട്ടുള്ള രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇവർ തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടത്തി. ഒന്നാമത് ഇപ്പോൾ ട്രംപ് അവിടെ ആകെ പ്രശ്നമാക്കിയിരിക്കുകയാണ്. അമേരിക്കയിൽ ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കാലിഫോർണിയ ആണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ വേറെ രാഷ്ട്രമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അമേരിക്കയ്ക്കകത്ത് വേറൊരു രാഷ്ട്രം കാലിഫോർണിയ ആണെന്ന് തോന്നുന്നു. അവരുടെ സാമ്പത്തികം ഈ മൊത്തം അമേരിക്കയുടെ സാമ്പത്തികത്തിൻ്റെ ഒരു വലിയ ഭാഗം അവരുടെ ആ സംസ്ഥാനത്തിന് മാത്രമുണ്ട്. അപ്പോൾ അവർക്ക് ഒരർത്ഥത്തിൽ സ്വയംഭരണം പോലെയാണ്. അവിടേക്കൊന്നും ട്രംപിന് കിടക്കാൻ പറ്റുന്ന ബാലികാറാമല എന്നാണ് പറയുന്നത്, അവിടേക്ക് ഒരു പരിധി വരെ. അപ്പം ആയതുകൊണ്ട് ട്രംപ് വന്നതിന് ശേഷം ഈ സമരസപ്പെടൽ പരിപാടി നടക്കുന്നില്ല. അയാളുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണ ഇതിനു വേണ്ടി പെരുമിയെടുക്കാനും ലോകത്തെല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് നോബൽ സമ്മാനം വേണമെന്ന് മഹാത്മാഗാന്ധി പോലും കിട്ടിയിട്ടില്ല. ലോകത്തിൽ എവിടെയൊക്കെ പ്രശ്നമുണ്ടോ, നമ്മുടെ കേരളത്തിൽ പറയുന്നുണ്ട്, എവിടെയൊക്കെ അപകടം ഉണ്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവും എന്ന് പറയും. ഒരു ഓട്ടോറിക്ഷ ഇല്ലാണ്ട് ഒരു അപകടം ഉണ്ടാവില്ല. എവിടെയെങ്കിലും അവിടെ ഒന്നര ഓട്ടോറിക്ഷ അങ്ങോട്ട് മാറിയപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിച്ചു, ഓട്ടോറിക്ഷ ഇടിച്ചിട്ടുണ്ടാവില്ല, ഓട്ടോറിക്ഷ അങ്ങോട്ട് ഇങ്ങനെയാണല്ലോ പോവുക. അപ്പം അതിൻ്റെ വില എന്ന് പറഞ്ഞ പോലെ അമേരിക്കയിൽ എന്ത് പ്രശ്നമുള്ള ട്രംപിൻ്റെ ഒരു കൈകടത്തൽ അവിടെ ഉണ്ടാകും. അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുള്ള തൊപ്പി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇയാളുടെ കക്ഷിയിൽപ്പെട്ട ആൾക്കാർ മുഴുവൻ അങ്ങനെയാണ്. അമേരിക്കയുടെ പ്രതാപം നഷ്ടപ്പെട്ടു, അമേരിക്കയുടെ പഴയ പ്രതാപത്തിൽ കൊണ്ടുവരണം. ആയതുകൊണ്ട് എന്ത് ചെയ്യണം? അമേരിക്കക്കാരില്ലാത്തൊരു മുഴുവൻ അമേരിക്കയിൽ നിന്ന് പോകണം. ഈ കേട്ടാൽ
വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ തെലുങ്ക് സിനിമകളുണ്ടല്ലോ, തെലുങ്ക് സിനിമകൾ നമ്മളുടെ എൻ ടി രാമറാവിൻ്റെ മോനോ മറ്റോ ഉണ്ട്. അതായത് JCB അയാളെ ഇടിക്കാൻ വരുമ്പോൾ JCBയുടെ ആ തുമ്പിക്കൈ അത് പിടിച്ച് JCB ഇങ്ങനെ വട്ടം കറക്കി വലിച്ചെറിയുന്ന ഒരാൾ, അയാളുടെ പേരെനിക്കറിയില്ല. ആ സിനിമ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നുണയാന്ന് വിചാരിക്കേണ്ട, സത്യമാണ്. അമേരിക്കയിൽ വലിയ വിജയമാണ്. അവർക്ക് മൊത്തം ഇന്ത്യയിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് കിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തും കളിതമാശയാണ്. അവരങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുക, അങ്ങനത്തെ പിക്ചറൊക്കെയാണല്ലോ. അപ്പം ആയതുകൊണ്ട് തന്നെ ആ പിക്ചറിന് മൊത്തം കിട്ടുന്ന തുകയുടെ 20% അമേരിക്കയിലാണ് കിട്ടിയിരുന്നത്. ഇപ്പം അമേരിക്കയിൽ അതിനും തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സിനിമകളല്ലാണ്ട് വേറെ സിനിമകളോട് വേണ്ട. നമ്മളുടെ മറ്റാളുടെ ഒരു ഉരുളക്കിഴങ്ങ് നോർത്ത് കൊറിയയുടെ അതേപോലത്തെ നിയമങ്ങളവിടെ വരുന്നത്. എല്ലാം അടച്ചുപൂട്ടലാണ്. ആയതുകൊണ്ട് ആളുകൾക്ക് മടുത്തു. ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിപക്ഷം ഭരണപക്ഷം തമ്മിലൊരു യോജിപ്പില്ലാതെയാണ് കാര്യങ്ങൾ പോകുന്നത്, സമവായമില്ലാതെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് സാമ്പത്തിക കാര്യങ്ങളെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രസിഡന്റ് പറയാൻ ഡൊണാൾഡ് ട്രംപ് പറയാൻ തുടങ്ങി, അടച്ചുപൂട്ടും എന്ന് പറയാൻ തുടങ്ങിയത്. അമേരിക്കയുടെ ചരിത്രത്തിലെ അങ്ങനെ 15ാമത്തെ ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞു. വിവിധ വകുപ്പുകൾ ഒരുപാടുണ്ടാവുമല്ലോ. അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ചില കോഡ് വേർഡുകളുണ്ട്. 12ാമത് ആനുവൽ അപ്രോപ്രിയേഷൻ ബില്ലുകൾ, അങ്ങനെ 12 ബില്ലുകൾ. ഇത് US കോൺഗ്രസിന് പാസ്സാകാതെ വന്നാലോ അല്ലെങ്കിൽ പാസ്സായ ബില്ലിൽ US പ്രസിഡന്റ് ഒപ്പുവെക്കാതെ വന്നാൽ സർക്കാർ സർവീസുകൾ തുടർന്ന് പ്രവർത്തിക്കാതെ വരും. രാജ്യം ഷട്ട് ഡൗണിലേക്ക് നീങ്ങും. പിന്നെ അത്യാവശ്യ സേവനങ്ങൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ലക്ഷക്കണക്കിന് ജനങ്ങളെ ഡോക്യുമെൻ്റൽ ഫോർമാലിറ്റീസ് പലതും ഉണ്ടാവുകയെ. ഇവിടെ എന്താ നാട് വിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ വിമാന സർവീസൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് ജനങ്ങളെ സർക്കാർ ജീവനക്കാരെ ഇത് ബാധിക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല സർക്കാർ സേവനങ്ങൾ നഷ്ടപ്പെടും. നമുക്ക് ഇന്ന് കിട്ടണം, വില്ലേജ് ഓഫീസിൽ നിന്ന് ഇന്ന് കിട്ടണം ആ റെസീറ്റ്, ആ സമയത്തോട് അടച്ചുപൂട്ടിയാലോ. ഇവിടെ മറ്റേ സർക്കാർ സേവനങ്ങൾ, സർക്കാർ NGO അവരെല്ലാവരും സമരത്തിലേക്ക് പോകുന്നു. പല ആൾക്കാർ ഇത് ഇന്ന് കിട്ടിയിട്ട് നാളെ സബ്മിറ്റ് ചെയ്തിട്ട് വേണം ദുബായിലേക്ക് പോകാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഗതി എന്തായിരിക്കും? ആ ഒരു അവസ്ഥ ജനങ്ങൾക്കവിടെ വന്നിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർ വലിയ രൂപത്തിൽ അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് 40 ലക്ഷം മറ്റോ ആൾക്കാരോ മറ്റോ രാജിവെച്ച് പോകുന്നോ നിർബന്ധിത ലീവ് എടുത്ത് പോകുന്നൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ സേവനങ്ങളൊക്കെ അതോടെ പൂട്ടപ്പെടും. 10,000 ഫെഡറൽ ജീവനക്കാരുടെ തൊഴിൽ താൽക്കാലികമായിട്ട് നഷ്ടപ്പെടും. താൽക്കാലിക തൊഴിലാളികളുണ്ടാവും, അവർക്ക് പിന്നെ ദിവസക്കൂലി അതൊന്നും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല ഡയസ്നോൺ പോലുള്ള കാര്യം ഉണ്ടാവുകയെ, നിങ്ങൾ ജോലി ചെയ്തിട്ട് ശമ്പളം തരില്ല എന്ന് പറയില്ലേ. അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ചെളി ചവിട്ടിയാൽ നിങ്ങളെ തെറിക്കുന്ന പറഞ്ഞ പോലെ ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം അവിടെ അടച്ചുപൂട്ടലുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവശ്യ മേഖലകളിൽ സുരക്ഷാ സേനകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കാര്യം, അവിടെ അവശ്യ സേനകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സുരക്ഷാ സേനകളുണ്ട്. അവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും? ചിലപ്പോൾ പകുതി ശമ്പളം, ചിലപ്പോൾ 1/4 ശമ്പളം, ചിലപ്പോൾ ഇതെല്ലാം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അതും പൊക്കോളാൻ പറയും. അതേസമയം ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ അതുപോലെ തന്നെ മെഡിക്കെയർ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് മറ്റുള്ള വകുപ്പുകളായിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ, ഇന്റർ കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഏതായാലും ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഷട്ട് ഡൗൺ ഇനി എത്ര കാലം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്ന നാസയുടെ യോജിതയല്ല, ദൈവത്തോട് തന്നെ ചോദിക്കണം. ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അമേരിക്കയിലുള്ള ജനങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം, അവരുടെ വീടിന് മുമ്പിൽ ഏതൊരു പടം പൊട്ടിച്ചാൽ അവർ ലോക്ക് ചെയ്ത് അകത്തേക്ക് പോകും. അവരങ്ങനെയാണ്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊരു പ്രശ്നം പറയാൻ ചെല്ലുമ്പോൾ ഇത്തിരി ഒന്ന് ശബ്ദം കൂട്ടി പറയും, ഡോണ്ട് ഷൗട്ട്, കാര്യം പറയൂ, ഡോണ്ട് ഷൗട്ട്. എന്തിനേറെ ഈ പ്രേത സിനിമകൾ അവിടെ വലിയ വിജയമാണ്. എക്സോർസിസ്റ്റിനെ പോലെയുള്ള, ഒമൻ പോലെയുള്ള. അതിന് കാരണം എന്താ അറിയാമോ? പ്രേത സിനിമകൾ ഇവർ രാത്രി ഇരുന്ന് കാണും. എന്നിട്ട് എന്തിനാണ്? പേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന കാണുക.
അവർക്ക് ഭയങ്കര പേടിയാണ് അവർക്ക്. അങ്ങനെയുള്ള സിനിമകൾ അവർ എടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം പല രൂപത്തിലും പല ഭാവത്തിലും അവർ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് അവരുടെ ജീവന പദ്ധതി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പീക്ക് ലെവലിലാണ് ഇപ്പോൾ കാണുന്നത്, മൊത്തം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അടച്ചുപൂട്ടൽ ഏറ്റവും കുറഞ്ഞത് 15 മുതൽ 30 ദിവസം വരെ നീണ്ടു പോകുന്നതാണ് കേൾക്കുന്നത്. എന്താവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഓം മൈ ഫ്രണ്ട്, ആൾക്ക് ഗതികേടൊന്നുമില്ല, ഉണ്ടാകാതിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ റിച്ചാർഡ് നിക്സണൊക്കെ രാജിവെച്ച് പോയ പോലെ നാണം കെട്ട് മാനം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന തോന്നുന്നത് മൈ ഫ്രണ്ടിന്. എന്ത് വേണേലും ആയിക്കോട്ടെ, അമേരിക്കത്തെ കാര്യമല്ലേ.